അപ്പോൾ ഹായ് ഗൈസ്, വെൽക്കം ടു ചാനൽ ടൈം ബ്രേക്ക് ടൈം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോണത് ടെക്നോളജിക്കലായിട്ടുള്ള വീഡിയോ ഒന്നല്ല, കുക്കിംഗ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നമ്മൾ ബാർബിക്യൂ ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ നമ്മൾ ഈ സെറ്റപ്പിലാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വീഡിയോക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ഒരു ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ ഒരു ഫുൾ ചിക്കൻ 8 പീസ് ആക്കിയതാണ്. പിന്നെ എടുത്തിരിക്കുന്നത് മസാലകളാണ്. ഇതില് മഞ്ഞപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ്, പിന്നെ ഇത് കുരുമുളക് പൊടി, ഇങ്ങനെ കുറച്ച് മസാലകൾ എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ ഈ ചിക്കനൊക്കെ ഞാൻ 3 പ്രാവശ്യം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഞാൻ നന്നായി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് വരഞ്ഞു കൊടുക്കാം. വരഞ്ഞെടുക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ മസാല ഒക്കെ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ ഇങ്ങനെ നല്ല കട്ടാവില്ല, ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. അത്രയ്ക്ക് കൊടുക്കും. ഇനിയിപ്പോൾ ഞാൻ ഈ മസാലകളൊക്കെ ഇടാൻ പോകുന്നുണ്ട്. ഈ മസാലകളൊക്കെ നമുക്ക് ഇടാം. ഈ മസാല ഒക്കെ ഇട്ടിട്ട് ഇനിയിപ്പോൾ ചിക്കൻ ഒരു 1.5 മണിക്കൂർ എടുത്തു വയ്ക്കണം മസാല പരട്ടിയിട്ട്. അപ്പം ഞാൻ ഈ മസാലകൾ ഈ വരയൊക്കെ വരഞ്ഞ് പിടിപ്പിക്കാൻ പോവാ. ഇതിപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ ഈ വരകളുടെ ഉള്ളിലേക്ക് നമ്മൾ നന്നായി അമർത്തി തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഞാൻ നന്നായി തേക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലൊക്കെ ഫുള്ളായിട്ട് തിന്നായിട്ടുള്ള ലെയറെങ്കിലും വേണം മസാലയുടെ. ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇപ്പൊ ഞാൻ ഇത്തിരി തൈര് ഒഴിക്കുന്നുണ്ട്. ഇത് ബാക്കിലേക്ക് പോയി തൈര് ഞാൻ ഇത്തിരി ഒഴിക്കുന്നുണ്ട്. ഇത് ഉപ്പൊക്കെ ഇട്ടുള്ള നല്ല തൈരാണ്. ഞാൻ ഈ ചിക്കൻ്റെ അവിടെ കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ തൈര് ഇങ്ങനെ ഇപ്പൊ നന്നായി മിക്സ് ആയിട്ടൊന്നും കൂടിയും ഇപ്പൊ നമ്മൾ എല്ലാ പീസും ഇതേപോലെ തന്നെ എല്ലാ വരകളൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് ഇതേപോലെ തന്നെ നമ്മളൊരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ നമുക്ക് വെറുതെ എടുത്ത് വെക്കാം. അപ്പൊ നമുക്ക് ഇനിയിപ്പോ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വരാം. ഇപ്പൊ നമ്മൾ ഈ സ്റ്റിക്ക് വെച്ചിട്ട് ഒരു ഇതുണ്ടാക്കണം. ഇതിവിടെ ഞാൻ ഇതേപോലെ ഞാൻ ഉണ്ടാക്കാം. ഇത് 2 വെച്ചു. ഇവിടെ ഇങ്ങനെ 2 വെക്കണം. അപ്പൊ നമ്മൾ നേരത്തെ സ്റ്റിക്ക് കൊണ്ടുള്ളത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ചിരട്ട ഇടണം. അപ്പൊ ഞാൻ ചിരട്ടയൊക്കെ ഇടുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഈ മണ്ണെണ്ണയൊക്കെ ഉണ്ടെങ്കിൽ മണ്ണൊക്കെ ഒഴിച്ചാൽ വേഗം കത്തും. ഇപ്പോൾ ചിരട്ടയ്ക്ക് പകരം കരി ഒക്കെ ഇടുകയാണെങ്കിൽ അത് കുറച്ചും കൂടി നന്നായിരിക്കും. വേഗം കത്തിക്കോളും, നല്ല ചൂടും ഉണ്ടാവും. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ഉണ്ട്, ആകെ കിട്ടിയത് ചിരട്ടയാണ്. അപ്പൊ ചിരട്ട വെച്ച് ഉണ്ടാക്കണത്. നമുക്കിത് ഉണ്ടാക്കാൻ ഒരു 10-30 ചിരട്ടോളം വേണ്ടി വരും. ശരിക്കും 30 വേണ്ട. നമ്മളിപ്പോൾ ഇതില് ഇസ്റ്റിഗയുടെ ഒരു 2ാമത്തെ ലെയറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. 2ാമത്തെ ലെയർ കുറച്ചും കൂടി വൃത്തിയാക്കിയുള്ള ലെയറാണ്. പിന്നെ ഞാൻ കുറച്ച് ചിരട്ടയും മറ്റേ ചവിരൊക്കെ വെച്ച് കത്തിച്ചിട്ടുണ്ട്. ഇപ്പൊ കത്തുണ്ട്. ഇപ്പൊ ഞാൻ കുറച്ചു നേരം വീശി കൊടുക്കുന്നുണ്ട് നന്നായി കത്താൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഇത് കത്തി തുടങ്ങിയിട്ടുണ്ട്. ഇത് നന്നായി കനലാവണ വരെ വെയിറ്റ് ചെയ്യണം. കുറച്ചു നേരം ആകുമ്പോഴേക്കും കനലായിക്കോളും. ഇപ്പൊ നന്നായി കത്തുണ്ട്.
ഇപ്പൊ നമ്മ ഇത് കുറെ നേരം ചൂടാക്കി വീശി അവസാനം കത്തിപ്പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് കനലാവണ കാത്തിരിക്കാൻ കുറച്ച് കഴിഞ്ഞ മുകളിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് പിന്നെ വെയിറ്റ് ചെയ്യാം. ഇനി ഞാൻ കണ്ണായിട്ട് എടുത്ത് കാണിച്ചുതരാം. ഇപ്പൊ നമ്മളിത് ഈ ചിരട്ട കുറച്ചു നേരം കത്തിച്ചപ്പോഴേക്കും അത് വേഗം കനലായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണാൻ ഇതേപോലെ കനല് തീ പാടില്ല, പക്ഷെ കനല് മാത്രം. ഇനിയിപ്പോ നമുക്ക് അതിന്റെ മുകളിലേക്ക് നെറ്റ് വെച്ച് കൊടുക്കാം. അപ്പൊ ഞാൻ ഈ നെറ്റ് ഇവിടുന്ന് വെക്കുന്നു. അപ്പൊ നല്ല ചൂടുണ്ട്. ഇനിയിപ്പോ ഞാൻ 4 സൈഡിലായിട്ട് 4 സ്റ്റിക്ക് കട്ട വയ്ക്കാം. നല്ല ചൂടാണ്. ഇപ്പൊ അടുത്ത സ്റ്റിക്ക് വയ്ക്കാം. ഭയങ്കര ചൂടാണത്. ഇനിയിപ്പം നമുക്ക് ഒരെണ്ണം കൂടി വെച്ച് കൊടുക്കാം. ഞാൻ കുറച്ച് ചിക്കൻ വെച്ചത് ബാലൻസ് ആയിട്ട് നേരത്തെ വെച്ച ചിക്കൻ വെക്കാം. ചിക്കൻ ഇപ്പൊ വെച്ചിട്ട് ഒരു 2-2.5 മണിക്കൂറായിട്ടുണ്ട്. ഇത് ഞാൻ നോക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ 2 മണിക്കൂർ ചിക്കൻ അവിടെ മസാല ഒക്കെ പറ്റി വെച്ചിട്ടുണ്ടാവും. ഇത് നമുക്ക് നേരേക്ക് വെക്കാം. അപ്പത്തേക്കും നമ്മൾ നേരത്തെ പറ്റി വെച്ച ചിക്കൻ ഇതേപോലെ ഒരു ഷേപ്പിൽ വന്നിട്ടുണ്ട്. ഇതേപോലെ നല്ല മസാല ഒക്കെ ഉണ്ട്. ഇപ്പൊ എനിക്ക് വെച്ചു കൊടുക്കാം. നല്ല ചൂടാണിത്. കൈയൊക്കെ നന്നായി ചൂടാവുന്നുണ്ട്. 10 പീസ് വെക്കാം. നല്ല ചൂടാണ് കഴിച്ചത്. കൈ എടുത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, അത്ര ചൂടാ. ഇതിന് പൊത്തിന്റെ ഉള്ളിലേക്ക് വീഴാന്നാണ് എന്റെ സംശയം. പാവം കോഴി. ഇപ്പത്തേക്ക് നമ്മൾ ഇതിലേക്ക് കുറച്ച് കോഴിയുടെ പീസുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് കുറച്ച് നേരം ചൂടാവണ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോ നന്നായിട്ട് വെന്തൂന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഇപ്പൊ ഞാൻ ഒരു 10-20 മിനിറ്റോളം മതിയാവും എന്ന് തോന്നുന്നു നമുക്കിത് വെന്ത് കിട്ടാൻ. നിങ്ങൾക്ക് എത്ര വെവ് വേണോ അത്ര നേരം വേവിക്കാം. പിന്നെ ചെറുതെ കരിഞ്ഞൊരു കളറൊക്കെ കിട്ടണം, അന്നേരം നന്നായിട്ട് ഇതുണ്ടാവുള്ളൂ. കടയിലൊക്കെ കിട്ടണ പോലത്തെ ആവാൻ. നമ്മൾ ഈ ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മറച്ചൊക്കെ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം ഡാർക്ക് അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഞാൻ എല്ലാ ഭാഗം ഇടയ്ക്കിടയ്ക്ക് മറച്ചിട്ടുണ്ട്, എല്ലാ പീസിന്റെയും. ഇപ്പൊ ഞാൻ ഇതിൽ ഒരു വെന്ത പീസ് നോക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ കുറച്ചു നേരം കഴിയുമ്പോഴേക്കും നിങ്ങൾ എല്ലാ ഭാഗം കഴിയുമ്പോഴേക്കും എല്ലാ പീസ് കൊടുക്കാം. ഇപ്പൊ അടുത്തെടുക്കട്ടെ. അടുത്ത ഞാൻ എടുക്കണ്ട്. കയ്യൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ലാസ്റ്റത്തെ 2 പീസും കൂടി എടുക്കുകയാണ്. ഇതിപ്പോ ലാസ്റ്റത്തെ 2 പീസും കൂടി ഉള്ളതിന് ബാക്കി. ഇതിപ്പോ അധികം നേരം വെക്കേണ്ടി വരില്ല, ചൂടാക്കാൻ നമ്മളിത്. അപ്പൊ കഴിച്ച് നമ്മുടെ ബാർബിക്യൂ ഉണ്ടാക്കിയോണ്ട് ഇരുപത് ഞാൻ നല്ലൊരു പ്ലേറ്റില് കുറച്ച് സവാളൊക്കെ ഇട്ട് ഒരു ഡിസൈനൊക്കെ കാണിച്ചു തരാം. അപ്പൊ കഴിച്ച് നമ്മുടെ ബാർബിക്യൂ ഉണ്ടാക്കി കഴിച്ചു നോക്കാം. ആദ്യത്തെ ഞാൻ കഴിക്കണേ. ഇങ്ങനെ പൊട്ടി ചെറിയ പീസ് എടുത്തു. നന്നായിട്ട് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ചുമ്മാ വേണ്ട, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിപ്പോ നമ്മുടെ ചാനലിലുള്ള ആദ്യത്തെ കുക്കിംഗ് വീഡിയോ ആണ്. അപ്പൊ ഇനിയിപ്പോ ഇടയ്ക്കിടയ്ക്കായിട്ട് കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യും. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക. അപ്പൊ ഇനി ഇതേപോലെ ഒരു വേറെ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനിയിപ്പോ നാളെ കാണാം.